ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. ഇന്ന് നമ്മളൊരു കിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരുപാട് മെസ്സേജസ് പ്രൈവറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതായത് കിറ്റുകളൊന്നും ചെയ്യുന്നില്ലേ, പുതിയ കിറ്റില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. നമ്മൾ കിറ്റുകൾ ചെയ്യാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോക്കുകൾ കുറേ എടുക്കാനും പിന്നെന്താ പഴയതിൻ്റെ കുറച്ച് ബാലൻസിങ്ങും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മളിതാ പുതിയൊരു കിറ്റായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഐറ്റംസ് എന്ന് നോക്കാം. ഈ കിറ്റിലുള്ള ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഗ്ലിറ്റർ ട്യൂബാണ്. അതൊരു 1/2 മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുണ്ട്. അതുപോലെ 4 അലിഗേറ്ററാണ്. 4.5 സെൻറ്റിമീറ്ററുള്ള സിൽവർ കളറിലുള്ള അലിഗേറ്ററാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ അതായത് ഇതുപോലുള്ള ടിക് ടാക്കാണ്. ടിക് ടാക്ക് തീരെ ചെറിയ സൈസൊന്നും അല്ല. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന് അറിയാം, നോർമൽ സൈസിന് ആ ഒരു സ്റ്റാൻഡേർഡ് സൈസിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള ടൈപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ വയ്ക്കുന്നത് 4 വയർ ഹെയർ ബാൻഡാണ്. പിന്നെ ഇതുപോലെ ബീഡ്സ് വെച്ചിട്ടുണ്ട്. വൈറ്റ് ബീഡ്സ് ആണ്. 6 mm ആണ് കേട്ടോ സൈസ് വരുന്നത്. പിന്നീട് വയ്ക്കുന്നത് ഇതുപോലുള്ള പേസ്റ്റൽ ബീഡ്സ് ആണ്. പേസ്റ്റൽ ബീഡ്സ് നമ്മൾ 10 ഗ്രാമോളം പേസ്റ്റൽ ബീഡ്സ് വെക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ മിക്സഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. കുറേയധികം പാറ്റേൺസ് എല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. സ്റ്റാർ, ഹാർട്ട്, പിന്നെ ഫ്ലവർ, പിന്നെ നമ്മുടെ ശംഖ് പോലുള്ള ആ ഒരു പാറ്റേൺ, അങ്ങനെ ഒത്തിരി പാറ്റേൺസ്, ആപ്പിൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് മിക്സ് ചെയ്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ വരുന്നത് 4 ഫോം ഫ്ലവറും 2 പോളൻസും ആണ്. ഇപ്പോൾ നമുക്ക് ടിക് ടാക്കിലോ അല്ലെങ്കിൽ അലിഗേറ്ററിലോ ഒക്കെ ഇതുപോലെ കമ്പൈൻ ചെയ്ത് കണ്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. അത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സ്റ്റോൺ ഷീറ്റിൻ്റെ പീസാണ് വെക്കുന്നത് കേട്ടോ. സ്റ്റോൺ ഷീറ്റിൻ്റെ പീസ് നമുക്ക് അലിഗേറ്ററിൽ വേണമെങ്കിൽ അലിഗേറ്ററിൽ വെക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കാണിക്കുന്നതേ ഉള്ളൂ. ഇതുപോലുള്ള കുട്ടി ബട്ടർഫ്ലൈസ് ഉണ്ടല്ലോ, അങ്ങനത്തെ 2 ബട്ടർഫ്ലൈ നമ്മൾ വെക്കുന്നുണ്ട്. ഉദ്ദേശം ഇതുപോലെ അലിഗേറ്റർ പെയർ ചെയ്യാനാണ്. അലിഗേറ്റർ നമുക്കിതുപോലെ അത് ആദ്യം സ്റ്റോൺ ഷീറ്റ് ഒട്ടിച്ചിട്ട് സെൻറ്ററിലായിട്ട് നമുക്ക് ബട്ടർഫ്ലൈ ഒട്ടിച്ച് ഒരു പാറ്റേൺ ചെയ്യാം. പിന്നീട് വരുന്നത് നമ്മുടെ സ്റ്റോൺ ചെയിൻ ആണ്. സ്റ്റോൺ ചെയിൻ ഉണ്ടാവും ഒരു പീസ്. പിന്നെ ഹാഫ് ബീഡ്സ് ഉണ്ടാവും. സ്റ്റോൺ ചെയിൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. ഇതൊക്കെ മോഡൽസ് മാത്രമാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ മാറ്റിയും നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ചെയ്യാം. ചിലപ്പോൾ ഒട്ടും അറിയാത്തവരുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇങ്ങനെ സർക്കിൾ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുക. വീണ്ടും ഒരു ഹാഫ് ബീഡ് വെച്ചിട്ട് അതിന് വീണ്ടും ചുറ്റിയെടുക്കുക. അങ്ങനെ ഒരു മോഡൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ ആ വൈറ്റ് കളറിലുള്ള ചെറിയ ചെറിയ സ്റ്റോൺസ് ഉണ്ടല്ലോ, അത് നമ്മൾ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഹാഫ് ബീഡിൻ്റെ കൂടെ ഓൾട്ടർനേറ്റ് ആയിട്ട് വെച്ച് സെറ്റ് ചെയ്യാം. അതൊരു പാറ്റേൺ ആണ്. പിന്നെ നമുക്ക് കിറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കുന്തൻ സ്റ്റോൺസ് ആണ് കേട്ടോ. കുന്തൻ സ്റ്റോൺസ് നമ്മളിതിൽ വെച്ചിരിക്കുന്നത് നമുക്ക് ഇതുപോലെ അലിഗേറ്റർ ഡിസൈൻ ചെയ്യാൻ തന്നെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി മറിച്ചും ചെയ്യാം. അത് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് യുക്തിക്ക് അനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ. കണ്ടോ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഡയറക്റ്റായിട്ട് ഓരോന്നായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് മിക്സ് ചെയ്ത് ചെയ്യാം. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഒരു പെയർ അലിഗേറ്ററും ഒരു പെയർ ടിക് ടാക്കും എങ്ങനെയാണ് നല്ല സൂപ്പറായിട്ട് ചെയ്യുക. അതായത് ഇതിൽ കിറ്റിലുള്ള ഐറ്റംസ് മാത്രമേ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംശയം ഉണ്ടെന്നുള്ളവർ അതും കൂടെ ഒന്ന് കാണാം കേട്ടോ, മിസ് ചെയ്യാതെ. അങ്ങനെ കോമൺലി കണ്ട് പരിചയമുള്ള ഒരു മോഡലൊന്നുമല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാനായിട്ട് മറക്കരുത്. പിന്നീട് നമ്മൾ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എൻഡ് ബീഡ്സ് ആണ്. 8 എൻഡ് ബീഡ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. അതിൻ്റെ കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ 3-4 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുള്ള കളർ ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കിറ്റിൻ്റെ അകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. ഇത്രയും വരുന്ന ഈ 16 ഐറ്റംസിനും കൂടെ നമ്മുടെ ഷിപ്പിംഗ് ചാർജും കൂട്ടിയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 165 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഒന്നുകൂടെ പറയുകയാണ്, ഇത്ര ഐറ്റംസിൻ്റെ ഷിപ്പിംഗ് ചാർജും കൂട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 165 രൂപ മാത്രമാണ്. അപ്പം ഈ ഒരു അവസരം എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.